പ്രിയമുള്ളവരെ, പറയാനുള്ളതിൽ ഇന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് കേരളത്തിലെ ഇസ്ലാമോഫോബിയയെക്കുറിച്ച് നടത്തിയ ഒരു പ്രസ്താവനയെക്കുറിച്ചാണ് പറയുന്നത്. ആ പ്രസ്താവന ഇങ്ങനെയാണ്: കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഉണ്ടോ? തീർച്ചയായും ഇല്ല. കേരളത്തിൽ ജമാഅത്ത് ഫോബിയ ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ഇതാണ് ആ പ്രസ്താവന. അതിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, കേരളത്തിൽ മുസ്ലിം സമൂഹത്തിനെതിരായ വിദ്വേഷങ്ങൾ ഇല്ല, മറിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വിമർശനങ്ങളാണ് യഥാർത്ഥത്തിലുള്ളത് എന്നായിരിക്കാം. പക്ഷേ ഇവിടെ സഖാവിന് ഭീമമായ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഫോബിയ എന്ന് പറയുന്നത് ഒരു വിഭാഗത്തെക്കുറിച്ചുള്ള ന്യായമായ, മറ്റൊരു വിഭാഗത്തിന് ഒരു വിഭാഗത്തെക്കുറിച്ചുണ്ടാകാവുന്ന ന്യായമായ വിമർശനങ്ങളെ കുറിക്കുന്ന വാക്കേ അല്ല, മറിച്ച് അത് അയുക്തികമായ ഭയത്തെയും വിദ്വേഷത്തെയും ഒക്കെ കുറിക്കുന്ന വാക്കാണ്. പൊതുവിൽ അതൊരു ഫോബിയ എന്നത് അടിസ്ഥാനപരമായ ഒരു മനഃശാസ്ത്ര സാങ്കേതിക പദമാണ്. അവിടെ അത് അയുക്തികമായ ഭയങ്ങളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അത് മനുഷ്യരുടെയും സാമൂഹിക ജനവിഭാഗങ്ങളുടെയും കാര്യത്തിലാകുമ്പോൾ ഭയം മാത്രമല്ല, വിദ്വേഷത്തെ, ഹെയ്റ്റ്, വെറുപ്പിനെ കുറിക്കുന്ന വാക്കുകൂടിയായി വിപുലപ്പെടുകയാണ് ചെയ്യുന്നത്. വെള്ളത്തെ ഭയപ്പെടുന്നവരുണ്ട്. വെള്ളത്തോട് മനുഷ്യന് യുക്തിപൂർവം ഉണ്ടാവേണ്ട ഒരു കരുതലുണ്ട്, ഒരു സൂക്ഷ്മത, ജാഗ്രത ഉണ്ട്. അത് യുക്തിഭദ്രമാണ്. അതൊരാൾക്കില്ലെങ്കിൽ അയാളുടെ ബുദ്ധിക്ക്, യുക്തിബോധത്തിന് എന്തോ തകരാറുണ്ട് എന്നേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നീന്തലറിയാത്ത ഒരാൾ, അല്ലെങ്കിൽ നീന്തലറിയുന്ന ആൾ തന്നെ വലിയ വെള്ളത്തിലേക്ക് മുൻകരുതലുകൾ, കണക്കുകൂട്ടലുകളൊന്നുമില്ലാതെ എടുത്തു ചാടുന്നത് ബുദ്ധിപൂർവകമല്ല. ആ ജാഗ്രതയെ കുറിക്കാനല്ല വെള്ളവുമായി ബന്ധപ്പെട്ട ഫോബിയ എന്ന ആശയം ഉൾക്കൊള്ളുന്ന സാങ്കേതിക പദം ഉപയോഗിക്കുന്നത്. ആ പ്രയോഗം ഹൈഡ്രോഫോബിയ എന്നാണ്. ഹൈഡ്രോഫോബിയ എന്നത് ഈ പറഞ്ഞതല്ല, മറിച്ച് വെള്ളം കാണുമ്പോൾ ഒരാൾക്ക് അകാരണവും അയുക്തികവുമായ ഭയം അനുഭവപ്പെടുന്നു. ഇത് മനഃശാസ്ത്രപരമായ ഒരു പ്രശ്നമാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ഫോബിയകൾ നമുക്ക് കാണാൻ സാധിക്കും. ആക്രോഫോബിയ ഉണ്ട്. ആക്രോഫോബിയ ഉയരത്തെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള അയുക്തികമായ ഭയമാണ്. സിനോഫോബിയ നായയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഭയത്തെ സൂചിപ്പിക്കുന്ന സാങ്കേതിക പദമാണ്. നെക്റ്റോഫോബിയ ഉണ്ട്. അത് ഇരുട്ടിനെക്കുറിച്ചുള്ള ഇത്തരം ഭയത്തെ സൂചിപ്പിക്കുന്നതാണ്. സെനോഫോബിയ നമുക്ക് വളരെ പരിചയമുള്ളതാണ്, അല്ലെങ്കിൽ പരിചിതമായ പദപ്രയോഗമാണത്. അത് അന്യരായ, സ്വന്തം നാട്ടുകാരല്ലാത്ത ഇതര നാട്ടുകാരോടുള്ള വെറുപ്പിനെയും വിദ്വേഷത്തെയും ഭയത്തെയും കുറിക്കുന്ന പ്രയോഗമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും ഫോബിയ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് സഖാവേ. അതൊരു ന്യായമായ കാര്യം. കേരളത്തിൽ അങ്ങനെയൊരു ഫോബിയ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയൊരു ഫോബിയ ഉണ്ട് എന്നത് വലിയ ഒരു അവകാശവാദമായി ഉന്നയിക്കേണ്ട കാര്യമല്ല. അത് ഒരു കുഴപ്പമാണ്, ഒരു ഡിസോർഡറാണ്. അപ്പോൾ അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരിക്കും എന്ന് ഞാൻ പിറകെ പറയാം. ഇസ്ലാമോഫോബിയ മാത്രമല്ല, ലോകത്ത് പലതരത്തിലുള്ള ഇത്തരം ഫോബിയകളുണ്ട്. അമേരിക്കൻ അക്കാദമിസ്റ്റായ നെഥാൻ ലീൻ ഇസ്ലാമോഫോബിയ ഇൻഡസ്ട്രി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു ഗവേഷണ പഠനമാണ് അത്. അദ്ദേഹം ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ വീക്ഷണമുള്ള ആൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അമേരിക്കയിലെ ഇപ്പോഴത്തെ ഇസ്ലാമോഫോബിയയെക്കുറിച്ച് സവിസ്തരം, അതെങ്ങനെയാണ് ഒരു വ്യവസായമായി, ഒരു ഇൻഡസ്ട്രി ആയിട്ട് പ്രവർത്തിക്കുന്നത്, ആളുകൾ എങ്ങനെയാണ് അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നത് എന്നത് വിശദീകരിക്കുന്ന പുസ്തകമാണത്. ആ പുസ്തകം മലയാളത്തിൽ മൊഴിമാറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, അമേരിക്കയിൽ ഇസ്ലാമോഫോബിയക്ക് പൂർവ്വരൂപങ്ങളുണ്ട്. അത് 1800കളുടെ അവസാനത്തിൽ അമേരിക്കയിൽ ശക്തമായിരുന്ന കത്തോലിക്ക ഫോബിയയാണ്. അമേരിക്ക ഒരു പ്രൊട്ടസ്റ്റന്റ് ഭൂരിപക്ഷ രാജ്യമാണ് എന്ന് നമുക്കറിയാം. ബ്രിട്ടനിൽ നിന്ന് കുടിയേറിയവരാണ് അമേരിക്കയിൽ അവിടുത്തെ തദ്ദേശീയരെ കൊന്നൊടുക്കി
അവിടെ ഇന്നത്തെ ആധുനിക അമേരിക്ക സ്ഥാപിക്കുന്നത്. ബ്രിട്ടൻ യൂറോപ്യൻ നവോത്ഥാനത്തിൽ പ്രൊട്ടസ്റ്റന്റ് പക്ഷത്തേക്ക് മാറിയ രാജ്യമാണ് എന്നും നമുക്കറിയാം. അപ്പോൾ ബ്രിട്ടീഷുകാരാണ് അമേരിക്കയിലേക്ക് കുടിയേറുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു പ്രൊട്ടസ്റ്റന്റ് ഭൂരിപക്ഷ രാജ്യമാണ്. പക്ഷേ യൂറോപ്പിൽ 1880കളുടെ അവസാന കാലത്ത് 1880കളിലും 90കളിലും ഒക്കെയായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ കത്തോലിക്കർ തെരഞ്ഞെടുപ്പുകളിലൂടെയും മറ്റും അല്ലെങ്കിൽ രാഷ്ട്രീയാധികാരത്തിലേക്ക് കൂടുതലായി വന്നുകൊണ്ടിരുന്നപ്പോൾ ഇത് ഒരു വിഭ്രാന്തിയായി, ഒരു ഭയമായി അമേരിക്കയിൽ പ്രവർത്തിച്ചതാണ് അമേരിക്കയിലെ കത്തോലിക്ക ഫോബിയ എന്ന് പറയുന്നത്. 1885 അമേരിക്കയിലെ കെൻഡക്കിയിൽ 22 കത്തോലിക്കരെ കൊന്നുകളഞ്ഞ സംഭവം വരെ ഉണ്ടാവുന്നുണ്ട്. കത്തോലിക്കർക്കെതിരായിട്ട് വലിയ അക്രമങ്ങൾ അന്ന് അമേരിക്കയിൽ ഉണ്ടാവുന്നു. അത് ഒരു കത്തോലിക്കർ അമേരിക്ക പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന അന്യായവും അയുക്തികവുമായ ഭീതിയും വെറുപ്പുമായിരുന്നു അതിൻ്റെ അടിസ്ഥാനം. 1990കളിൽ അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റ് ഫോബിയ ഉണ്ടായതിനെക്കുറിച്ച് നഥാൻ ലീൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സ്പുട്നിക് ഉപഗ്രഹം വിക്ഷേപിച്ചതോടുകൂടി, ആ മത്സരത്തിൽ അമേരിക്ക പരാജയപ്പെട്ടതോടുകൂടി, താൽക്കാലികമായെങ്കിലും പരാജയപ്പെട്ടതോടുകൂടി വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് ഫോബിയ, കമ്മ്യൂണിസ്റ്റുകൾ അമേരിക്കയെ കീഴടക്കാൻ പോകുന്നു എന്ന ഭീതി, അവരോടുള്ള വെറുപ്പ് അമേരിക്കയിൽ വ്യാപകമായതിനെക്കുറിച്ച് ഇദ്ദേഹം പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ ഇസ്ലാമോഫോബിയ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഇല്ല, ജമാഅത്ത് ഫോബിയയാണ് ഉള്ളത് എന്നത് ഒരു സാധാ CPM നേതാവോ ഒരു തെരുവിൽ പ്രസംഗിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ SFI എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് ഇത് പറയുന്നതിൽ, വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് എപ്പോഴും ഒരു വൈജ്ഞാനിക സ്വഭാവം കൂടിയുള്ള അക്കാദമിക് ആക്ടിവിസങ്ങൾ നടത്തുന്ന, നമ്മുടെ വൈജ്ഞാനിക മേഖലകളിൽ ഇടപെടുന്ന ഒരു സംവിധാനവും സംഘടനയും കൂടിയാണ് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും. അപ്പോൾ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വൈജ്ഞാനികമായി ഇത്ര അബദ്ധമായ, ഇത്ര വിഡ്ഢിത്തവും വങ്കത്തവുമായ ഒരു കാര്യം പറയുന്നു എന്നത് കേരളത്തിലെ ഇടതുപക്ഷ സമൂഹത്തിൻ്റെ, മുഖ്യധാരാ ഇടതുപക്ഷത്തിൻ്റെ പാപ്പരത്വത്തിൻ്റെ, വൈജ്ഞാനികവും ആശയപരവുമായ പാപ്പരത്വത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമിയോട് വിമർശനമുണ്ട് കേരളത്തിൽ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് കേരളത്തിൽ ജമാഅത്ത് ഫോബിയ ഉണ്ട് എന്നല്ല സഖാവെ പറയേണ്ടത്. അത് ഏത് വൈജ്ഞാനിക മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിച്ചാലും ശുദ്ധ അബദ്ധമാണ്. ഇതൊരു പരീക്ഷയിൽ എഴുതിയാൽ ഒറ്റ മാർക്കും കിട്ടാത്ത തെറ്റായ ഒരു പ്രസ്താവനയാണ് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി യഥാർത്ഥത്തിൽ CPIM-ന് ഒരു ജമാഅത്ത് ഫോബിയ ഉണ്ടോ? കേരളത്തിനുണ്ടോ ഇല്ല എന്നവിടെ ഇരിക്കട്ടെ. CPIM-ന് യഥാർത്ഥത്തിൽ ഒരു ജമാഅത്ത് ഫോബിയയും ഇല്ല. 1996-ലും 2006-ലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയാണ് പരസ്യമായി സമ്പൂർണ്ണമായി പിന്തുണച്ചത്. ആ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിന് നേതൃത്വം നൽകുന്ന CPIM, അതിലൊരു ഘട്ടത്തിലെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇവരൊക്കെ സർവാത്മന സ്വാഗതം ചെയ്തതിൻ്റെ എത്രയോ ഡോക്യുമെൻ്റുകൾ ഇപ്പോഴും ലഭ്യമാണ്. പലർക്കും അത് ഓർമ്മയുള്ളതാണ്. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവരിപ്പോൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്ന വെൽഫെയർ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും തെരഞ്ഞെടുപ്പിൽ 40-ലധികം സീറ്റുകൾ വിജയിച്ചതും വളരെ മുമ്പെന്നോ നടന്ന ഒരു കാര്യമല്ല, ആളുകളുടെ ഓർമ്മകളിൽ ഇന്നും ഉള്ള കാര്യമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോട് CPIM-ന് അങ്ങനെ പ്രത്യേകിച്ചെന്തോ ഫോബിയ ഒന്നുമില്ല. മറിച്ച് CPIM-ന് ഇപ്പോൾ പിടികൂടിയ ഇസ്ലാമോഫോബിയയെ അതിനുള്ള നല്ല ഒരു എളുപ്പമുള്ള ഒരു വെഹിക്കിളായി, ഒരു ഉപകരണമായി അവർ ജമാഅത്തെ ഇസ്ലാമിയെ
മനസ്സിലാക്കുന്നു, അങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് മാത്രമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന് അങ്ങനെ എന്തെങ്കിലും ഫോബിയ ഉണ്ട് ശിവപ്രസാദ് പറഞ്ഞതുപോലെ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് CPIM-ന് കലശലായ ഇസ്ലാമോഫോബിയ ഉണ്ട്. അത് അങ്ങനെ തന്നെ പറയുന്നതിന്, പ്രയോഗിക്കുന്നതിന് കേരളത്തിൽ ചില പരിമിതികളുണ്ട്. ആ പരിമിതികളെല്ലാം ഉണ്ടായിരിക്കെ തന്നെ പലപ്പോഴും അവർ നേർക്കുനേരെ പച്ചയായി അത് പ്രകടിപ്പിക്കാറുണ്ട്. അത് പ്രകടിപ്പിക്കാനുള്ള സൗകര്യമുള്ള ഒരു വെഹിക്കിളായി, ഒരു സങ്കേതമായി അവർ ജമാഅത്തെ ഇസ്ലാമിയെ ഉപയോഗിക്കുന്നു. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശിവപ്രസാദ് പറയാൻ ശ്രമിക്കുന്നുണ്ടാവുക ഞങ്ങൾക്ക് ഇസ്ലാമോഫോബിയ ഇല്ല, ജമാഅത്ത് ഫോബിയയാണ് ഉള്ളത് എന്നതാണ്. യഥാർത്ഥത്തിൽ അതാണ് കാര്യമെങ്കിൽ അവരുടെ ഇസ്ലാമോഫോബിയയെ മറച്ചു പിടിക്കാനും എന്നാൽ അത് മാനിഫെസ്റ്റ് ചെയ്യാനുമുള്ള ഒരു ഉപകരണം മാത്രമാണ് അവരുടെ ജമാഅത്ത് വിമർശനങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി CPIM-ന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി നമുക്ക് മലയാളികൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല, ഇന്ത്യൻ സമൂഹത്തിനും മനസ്സിലാക്കാൻ കഴിയുകയില്ല. കാരണം ഈ രണ്ട് സംഘടനകളും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കേരളത്തിൽ എത്രയോ തവണ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും ഒരുമിച്ച് നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്.